ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, മുട്ടിപ്പായത്തിൻ്റെ വീഡിയോ. അപ്പോൾ പൂവൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വിരിഞ്ഞിട്ടുണ്ട്, തേനീച്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണിക്കാം കേട്ടോ. കണ്ടോ, ഭയങ്കര ബഹളമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തേനീച്ചകളും വന്നിട്ടുണ്ട്, ചെറു തേനീച്ചയും വലിയ തേനീച്ചയൊക്കെ ആയിട്ട്. ചെറു തേനീച്ചയാണ് കാര്യമായിട്ടുള്ളത്. കണ്ടോ, ഇഷ്ടം പോലെ തേനീച്ചുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറയുന്ന ഈ പൂ കണ്ടോ, ഇതാണ് ആൺമരത്തിൻ്റെ പൂ കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ കാ പിടിക്കാനുള്ള പെൺമരാണ്. ഇതിലാണ് കായ്കൾ ഉണ്ടാവുക. ഇത് കണ്ടോ, ഇതിങ്ങനെ വിരിഞ്ഞ് ഇതങ്ങ് കരിഞ്ഞു പോവും. ഇതിങ്ങനെ നിന്ന് കറുത്ത നിറമായിട്ട് കരിഞ്ഞു പോവും. ഈ മരം കണ്ടോ, ഇത് രണ്ട് മരമുണ്ട്, രണ്ടും പെൺമരമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മരം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒത്തിരി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. തടി കാണാത്ത വീടുണ്ട് കണ്ടോ. അടുപ്പിച്ച് ആൺമരവും പെൺമരവും വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. പോളിനേഷൻ നടക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയാം. കണ്ടോ, ഒത്തിരി തേനീച്ചകളുണ്ട് കേട്ടോ. രാവിലെ തന്നെ തേനീച്ചകൾ ഒത്തിരി വന്ന് നല്ല പോളിനേഷൻ നടക്കും. ചെറുതേനീച്ചയും വലുതേനീച്ചയും എല്ലാം ഉണ്ട്. വേണ്ട സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം കേട്ടോ. അത്യാവശ്യം നല്ല പോളിനേഷൻ നടക്കുന്നുണ്ട്. തേനീച്ചകളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ചെറുതേനീച്ചയും വലിയ തേനീച്ചയൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതൊന്ന് അടുപ്പിച്ച് കാണിക്കട്ടെ. ഇത് കണ്ടോ, ശരിക്കും ഈ മുട്ടിപ്പായത്തിൻ്റെ തൈ വെക്കുമ്പോൾ 2 തൈ വെക്കണം, അടുപ്പിച്ച് വെക്കണം എന്നാണ് പറയുന്നത്. കാരണം ആൺമരവും പെൺമരവും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ പോളിനേഷൻ നടക്കും. ഇത് കണ്ടോ, ഈ കാണുന്നത് ആൺമരവും ഇതാണ് പെൺമരം എന്ന് പറഞ്ഞത്. അപ്പോൾ അടുപ്പിച്ചാകുമ്പോൾ അത്യാവശ്യം തേനീച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കണ്ട് നല്ല പോളിനേഷൻ നടക്കും. ഈ മരം എന്ന് പറയുന്നത് അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ. പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷം പ്രായമുണ്ട്. ഒരു 5-8 വർഷമായിട്ട് നമുക്ക് കായ്ക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വിത്ത് നട്ടിട്ട് ഒരു തൈ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണിക്കട്ടോ. നേരെ ഇതിൻ്റെ അടിവശത്താണ്. കുറച്ച് താഴോട്ട് പോയാൽ ഞാൻ കാണിക്കാം. ഇവിടെ തന്നെ മാറ്റി നട്ടതാണ്. അതൊരു തൈയാണ് കേട്ടോ, ഒറ്റ തൈയാണ് നട്ടിരിക്കുന്നത്. അതും പൂട്ടിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം ഒരു 4-5 വർഷം ആയതേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്നൊരു തൈ കണ്ടോ, ഇത് 5 വർഷം ആയിട്ടില്ല. ഇതുണ്ടോ, പ്രാവശ്യം പൂട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലൊക്കെ പൂടുന്നത് ആദ്യമായിട്ടാട്ടോ. പ്രായം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ വണ്ണം ഒരു കൈൻ്റെ അത്ര കൂടെ വണ്ണമില്ല. പ്രാവശ്യം പൂട്ടിട്ട് ഫസ്റ്റാണിത്. അടുത്ത വർഷത്തേക്കൊക്കെ അത്യാവശ്യം നല്ലോണം വണ്ണം വെക്കും. അപ്പോൾ അത്യാവശ്യം മുകളിലോട്ടൊക്കെ ഇതിന് മരച്ചക്കാന്ന് പറയും, മുരട്ടിയക്കാന്നൊക്കെ പറയും. ഈ മുട്ടിപ്പായത്തിന് നമ്മുടെ നാട്ടിലൊക്കെ മുരട്ടിയക്കാന്ന് പറയും. ഇത് മുരട്ടിലാണ് ഉണ്ടാവുന്നത്, ഈ ചോട്ടിലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയും. പല നാട്ടിലും പല പേരാണുള്ളത്. പൊതുവേ ഇതിനെ മുട്ടിപ്പായം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മരച്ചക്ക എന്ന് പറയും. മുരട്ടിയക്ക എന്നുള്ള പിന്നെ മരച്ചക്കായി.
അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, വലിയ പ്രായമൊന്നുമില്ല. ഇവിടെ 5-6 തൈകളുണ്ട് കേട്ടോ. ഇതിങ്ങനെ വരണം. തൊട്ടടുത്ത് തന്നെ കണ്ടോ, ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതാണ്. പിന്നെ അങ്ങോട്ട് മാറിയുണ്ട്, അപ്പുറത്തോട്ടും തൈകളൊക്കെ ഉണ്ട്. അതൊക്കെ വരും വർഷങ്ങളിലൊക്കെ കാണുന്നു കണ്ടോ, അത് അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. ഒക്കെ ഇനി അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ടൊക്കെ പിന്നീട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.